അതാണ് രാജ്യസ്നേഹം. ശരി, ശ്രീ എം ഡി രമേശ്, ഇവിടെ റഹീമിന്റെ വിലയിരുത്തൽ കണ്ടല്ലോ. കോടിയേരി എന്താണോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. ചൂണ്ടിക്കാട്ടിയ രണ്ട് പേരുകൾ, ഒന്ന് ഈ പറയുന്ന സാബു ആരാണ് എന്നാണ് ചോദിക്കുന്നത്, മറ്റൊന്ന് CKP. വളരെ ദുർബലമായൊരു പ്രകടനം തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ. എത്ര പടി മുൻപ് ഒന്നിലധികം തവണ രാജഗോപാൽ മികച്ച പ്രകടനം നടത്തിയ അതേ മണ്ഡലത്തിൽ CKP വളരെ ദാരുണമായ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ കണ്ണൂരിൽ ഈ സുധാകരനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി CK പത്മനാഭനെ വെച്ചിരിക്കുന്നുവെന്നും പ്രേമേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി ആരും കേൾക്കാത്തൊരു സാബുവിനെ ഇറക്കിയെന്നും റഹീം പറയുകയാണ്. അതിനുള്ള മറുപടി വേണു, ഒന്ന് BJP സ്ഥാനാർത്ഥികൾക്ക് ഏതായാലും റഹീം മാർക്കിടണ്ട. റഹീമിൻ്റെ മാർക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല, ജനങ്ങളാണ് മാർക്കിടേണ്ടത്. റഹീമിന് ആരായത് അധികാരം കൊടുത്തത്? ഒന്ന് ആരാണ് KB സാബു എന്ന് ചോദിച്ചല്ലോ. ഞാൻ റഹീമിനെ പറഞ്ഞുതരാം. KB സാബു ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒന്ന്. രണ്ടാമത്, ഈ ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടാണ് ചോദിച്ചത്. ആരാണ് അൻവർ എന്ന് ചോദിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ ആളുകൾ, ആരാണ് അബ്ദുറഹിമാൻ ചോദിച്ചിട്ടുണ്ട് താനൂരിലെ ആളുകൾ. ആരായിരുന്നു അവർ CPM ആയിരുന്നു. അവർ കച്ചവടക്കാരല്ലേ? നിങ്ങൾ അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ സ്ഥാനാർത്ഥികളാക്കി. ഈ പ്രാവശ്യം വീണ്ടും അതേ അൻവറിനെ നിങ്ങൾ പൊന്നാനി കൊണ്ടുപോയി നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടിയറിഞ്ഞിട്ടാ. എന്തിനാ നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് SFIക്കാരനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച? റഹീമിന് മത്സരിക്കായിരുന്നില്ലേ? DYFI സംസ്ഥാന സെക്രട്ടറി അല്ലേ? എന്തേ റഹീം മത്സരിച്ചില്ല? എന്തേ മാറുന്നു? എന്തിനാ നിങ്ങൾ ചാലക്കുടിയിൽ സിനിമക്കാരനെ കൊണ്ടുപോയത്? നിങ്ങൾക്ക് CPMകാർ കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാർ ചോദിക്കുന്നുണ്ട്. തൽക്കാലം BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുന്ന പകരം നിങ്ങളുടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ സാധിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നില്ല? നിങ്ങൾക്ക് മത്സരിക്കാമല്ലോ. ഞാൻ ഇന്നലെയും റഹീമിനോട് ചോദിച്ചല്ലോ, എന്തിനാ ദിവാകരൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ ബോധപൂർവം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്? അവിടെ മത്സരം ശശി തരൂരും കുമ്മനും തമ്മിലാണല്ലോ. അവിടെ BJPയും UDF തമ്മിലാണ് മത്സരം. നിങ്ങൾ വളരെ പിറകിലാണ്. അവിടെ നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. നിങ്ങൾ ആ 3-ാം സ്ഥാനത്തുള്ള നിങ്ങൾ അവിടെ ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആരോപണ വിധേയനായിട്ടുള്ള, നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ മാർക്കണം. പിന്നെ CKPയെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റഹീമിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. CKP ആരാണ് എന്ന് റഹീമിന് അറിയില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോടോ ബഹുമാനപ്പെട്ട പിണറായി വിജയനോടോ ചോദിച്ചാൽ മതി. അല്ലാതെ ചോദിച്ചാൽ CKP അറിയില്ല, സംസ്ഥാന സെക്രട്ടറി അറിയില്ല. റഹീമിനെ അറിയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ റഹീമിനെ നാട്ടുകാർക്ക് അറിയാം. BJP നിർത്തിയത് ഏതായാലും കച്ചവടക്കാരെ നിർത്തിയിട്ടില്ല. BJP ഏതായാലും പൈസ ഉള്ള ആളെ നിർത്തിയിട്ടില്ല. BJP ഏതായാലും സിനിമക്കാരെ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകന്മാരെ തന്നെയാണ്, പാർട്ടി നേതാക്കന്മാരെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടണ്ട. നിങ്ങളെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന പരാതിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ആളുകളുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചു. എങ്ങനെയാണ് VS അച്യുതാനന്ദൻ കേരളത്തിൽ സ്ഥാനാർത്ഥിയായത്? മലമ്പുഴയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം VS അച്യുതാനന്ദന്റെ പേരുണ്ടായിരുന്നില്ലല്ലോ. VS അച്യുതാനന്ദന് വേണ്ടി കേരളത്തിൽ ഞങ്ങളെക്കാൾ വലിയ കേഡർ പാർട്ടിയാണല്ലോ നിങ്ങളുടെ പാർട്ടി. പിണറായി വിജയൻ കണ്ണൂരിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാ CPMകാരും അടിയിലൂടെ മൂത്രമൊഴിച്ചു പോകുമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ നിങ്ങളുടെ പാർട്ടി. എന്നിട്ട് AKG ഭവന്റെ മുമ്പിൽ വന്നുകൊണ്ട് VS അച്യുതാനന്ദന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് റഹീമിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ ആളുകളൊന്നും മറന്നിട്ടൊന്നുമില്ല റഹീമേ. അതൊക്കെ CPMൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. പിന്നെ നിങ്ങൾ വേണം ചോദിച്ച മൂന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. CPMന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇല്ല എന്ന് ആര് പറഞ്ഞു? CPM കാരനല്ല എന്നേ ഉള്ളൂ. CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. മറീന ബീച്ചിലെ റാലിയിൽ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇതാ കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ അൻവർ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാനാണ്, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. അപ്പൊ CPMന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. പന്തളം സുധാകരന്റെ പാർട്ടിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പും മടിയും കൂടാതെ കേരളത്തിലെ ജനങ്ങളോട് BJPയും കോൺഗ്രസുമാണ് സഖ്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്രയോ മുമ്പ് പറഞ്ഞു പോയതാണ് റഹീമേ. മറ്റെന്തെങ്കിലും മാറ്റിപ്പിടിക്ക്, വേറെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറ. നിങ്ങൾ CPMും കോൺഗ്രസും തമ്മിലുണ്ടാക്കുന്ന അവിശുദ്ധമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഉള്ളറകൾ പുറത്തു വരുമ്പോൾ അതിൽ മറയിടാൻ വേണ്ടി BJPയുടെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട. ഞങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ വികാരം കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. എന്നിട്ടും നിങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ഒരുമിച്ച് പോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് BJPയുടെ തലയിലേക്ക് ചേരേണ്ട. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടുകയും വേണ്ട, അത് ജനങ്ങൾ മാർക്കിട്ടോളും. നിങ്ങൾ നിർത്തിയിട്ടുള്ള വലിയ പ്രമാണിമാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ 3-ാം സ്ഥാനത്തേക്ക് പരാജയപ്പെടുത്തിയ ചരിത്രം BJPക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിങ്ങളുടെ വലിയ നേതാവായിരുന്നില്ലേ, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നില്ലേ, റഹീമിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? 3-ാം സ്ഥാനത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ട് റഹീമെ. അതുകൊണ്ടാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടുകയും വേണ്ട. ശരി, ഞാൻ